ഗൈസ്, അങ്ങനെ ഒരാഴ്ച വളരെ ശക്തമായ മഴയായിരുന്നു. ഇന്ന് മഴ ചെറുതായിട്ടൊന്ന് തോർന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. പുതുമഴയിൽ പ്രകൃതി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വേനൽ ചൂട് കഴിഞ്ഞ് മഴ പെയ്ത് പ്രകൃതി തണുത്ത് വെള്ളത്തിൽ നിൽക്കുകയാണ് ഗൈസ്. എത്ര മനോഹരമാണ് ഈ കാഴ്ച. നോക്കൂ ഗൈസ്, അങ്ങനെ വേനൽ ചൂടൊക്കെ കഴിഞ്ഞിട്ടേ മഴ പെയ്ത് പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എത്ര ഭംഗിയാണ് വെച്ചിരിക്കുന്നതെന്നറിയോ. ഈ വേനൽക്കാലത്ത് വറ്റി വരണ്ട് നിൽക്കണ പ്രകൃതിയാണ് വളരെ സുന്ദരിയായി നിൽക്കുന്നത്. കണ്ടാ ഗൈസ്, അങ്ങനെ പുതുമഴ പെയ്തിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. രസമാണ്. ഇപ്പുറത്തെ കരയിലും ഉണ്ട് കേട്ടോ. കണ്ടാ കുട്ടികളൊക്കെ ഉണ്ട്. മീനാണ് പാടത്ത്. ആളുകൾ ബൈക്കിലും കാറിലൊക്കെ വന്നിട്ടാണ് മീൻ കൊണ്ടുപോകാൻ നോക്കുന്നത് ഗൈസ്. ഉണ്ടോ ഇത്രയും ആളുകൾ മീൻ പിടിക്കാനായിട്ടാണ് വല കാര്യങ്ങൾ ഗൈസ് അല്ലാണ്ട് ഗൈസ്. കണ്ടില്ലേ, അതാ ഒരു ടീം വല നേരെയാക്കണു. അല്ലേ, അതാ വല നേരെയാക്കണം. തൊട്ടപ്പുറത്ത് വേറെ ടീം വല നേരെയാക്കണു. കേട്ടോ, ചാകര മീൻ പിടുത്തം. അങ്ങനെ പുതുമഴയ്ക്ക് കിട്ടിയ മീനാണത്. നിറച്ച് പരല അല്ലേ, നല്ല പരല അല്ലേ. ദേശദ്ദയാണ് പിടിച്ചിരിക്കുന്നത്. സ്ഥലത്ത് തണ്ടടിയില്ലേ, തണ്ടടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ എടുത്ത് നോക്കുകയാണ് ഗൈസ്. നോക്കി നോക്കാം. ചെറിയ പരലുകൾ കിട്ടിയിട്ടുണ്ട്. പരല് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ മീനൊന്നും കാണിക്കും. രാവിലെ മീൻ പിടിച്ചാലേ ഗൈസ്, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അതെന്താ ഇട്ടിരിക്കുന്നത്? കുരുത്തിയാണോ? വല തന്നെ അല്ലേ? അതെപ്പോൾ എടുക്കാൻ പറ്റുമോ? അല്ല അല്ലേ, അവിടെ ഒരു വല ഇട്ട് വെച്ചിട്ടുണ്ട് വേറെ ടീം. എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതെ, സാധാരണ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം വെയിറ്റ് ചെയ്യണം? അതെ. പുതുമഴയിൽ പ്രകൃതി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വേനൽ ചൂട് കഴിഞ്ഞ് മഴ പെയ്ത് പ്രകൃതി തണുത്ത് വെള്ളത്തിൽ നിൽക്കുകയാണ് ഗൈസ്. എത്ര മനോഹരമാണ് ഈ കാഴ്ച. നോക്കൂ ഗൈസ്, അങ്ങനെ വേനൽ ചൂടൊക്കെ കഴിഞ്ഞിട്ടേ മഴ പെയ്ത് പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എത്ര ഭംഗിയാണ് വെച്ചിരിക്കുന്നതെന്നറിയോ. ഈ വേനൽക്കാലത്ത് വറ്റി വരണ്ട് നിൽക്കണ പ്രകൃതിയാണ് വളരെ സുന്ദരിയായി നിൽക്കുന്നത്. കണ്ടാ എടുക്കാൻ പോവാണ്. ആ, പെരല് പെട്ടുണ്ട് ഗൈസ്, പെരല് പെട്ടുണ്ട്. കണ്ടാ കണ്ടാ നാളെ ഉണ്ടല്ലേ. ചന്തല പറയല്ലേ. ഇങ്ങനത്തെ 10 എണ്ണം കിട്ടിയാലേ കറിക്കായി. കറിക്കായി ഗൈസ്. വിൽക്കല് കഴിഞ്ഞോ? രാവിലെ കഴിഞ്ഞോ ഗൈസ്? രാവിലെ 1000 ഉറുപ്പിക പരല് ഇദ്ദേഹം പിടിച്ച് വിറ്റു എന്നാ പറഞ്ഞു. ഒരു ദിവസത്തെ മെനക്കെടല്ലേ, പണിയില്ലേ. ഇത് എന്ത് പരലെന്ന് അറിയപ്പെടുക? കുറുന്തല പരല്. കുറുന്തല അല്ലേ?
രാവിലെ ഒന്നും പിടിച്ചതല്ല. ഇതേപോലത്തെ എത്ര ഇത് പിടിച്ചു കിറ്റ് പിടിച്ചേട്ടാ രാവിലെ? രാവിലെ ഇതിന് 2 ഇരട്ടിക്ക് പിടിച്ചായിരുന്നു. രണ്ടുപേരും കൂടി മെനക്കെട്ട കാര്യമുണ്ട്. അവർക്ക് ആരും കിട്ടിയെന്നാ പറഞ്ഞത്. ഒക്കെ നമുക്കൊന്ന് വയറിലാക്കിട്ട് പൈസ കിട്ടിയ കുറച്ച് കൊടുക്കട്ടോ. സാധനം പിടിച്ചെടുത്താൽ മതി. പൈസ കിട്ടണമെങ്കിൽ കണക്ക് വലിയ എണ്ണയല്ല. വലയിൽ വലിയ മീൻ പെട്ടെന്ന് ഓടിവാ വേഗം ഓടിവാ. ഇതാ നിങ്ങൾ വെച്ച് വേഞ്ചല് എന്തോ ഇത്ര നേരമായി ഇവർ വെച്ചിട്ടെന്നറിയും. ഗൈസ് അവർ വെച്ച വലയിൽ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ വല വലിക്കാൻ പോവാണ് കേട്ടോ. അത് വലിച്ചെടുക്കാൻ പോവാണ്. ഗൈസ് അതൊന്നും കാര്യമാക്കണ്ട. അവരത് വെറുതെ തമാശക്ക് പറഞ്ഞാണ്. ഗൈസ് കണ്ടോ ഗൈസ്, വലിയ മീനാണ് ഗൈസ്. മറ്റോലെല്ലാം വന്നു. ഇതാ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വലുത് കിടക്കുന്നുണ്ട്. ആ ഏറ്റവും അടിയിൽ ഒരു കിടക്കുന്നുണ്ട്. ആ കുട്ടി ഇറങ്ങുന്നുണ്ട് ഗൈസ്. വലിയ പെരലുണ്ടോ? അപ്പുറത്തോട്ട് പോയി തോന്നുന്നു. പാല് മാത്രം കറക്കാൻ വെല്ലുണ്ണ. അത് കല്ലുവഴി പാടം. കല്ലുവഴി പാലെന്ന് പറയും, പാടല്ല. ചവിട്ട് പിടിക്കും. തൊട്ടടുത്ത് ഇവർ നീളം വല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാനായി ഒരു ചങ്ങായി കൂടെ ഉണ്ട്. ഡാ നീ എങ്ങടാ ഞങ്ങളുടെ ഒപ്പം? നീ പാലത്തിൻ്റെ മുകളിലേക്കാണോ? സൂക്ഷിച്ച് കയറടാ. അയ്യോ, ഇവൻ ഞങ്ങൾക്ക് മുന്നേ തന്നെ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവാ. ഈ പാലം ക്രോസ് ചെയ്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. ഞങ്ങൾ പാലം ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് കിടക്കണം മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ക്യാമറ എടുത്ത് ബാക്കിലുണ്ടല്ലോ. അയ്യോ, എനിക്ക് ഈ വഴി ശരിയല്ല തോന്നി. കാരണം ക്യാമറ ഞാൻ വെള്ളത്തിലേക്ക് വേണ്ടാന്ന് വിചാരിച്ച് അവരെ അങ്ങോട്ട് ക്രോസ് ചെയ്യണ ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്യാണ്. നീളം വല എടുത്ത് മീനുണ്ടോ എന്ന് നോക്കുകയാണ്. മീനുണ്ട് എന്ന് വ്യക്തമായതിനു ശേഷം വലയെല്ലാം കോർത്തെടുക്കുകയാണ്. ആള് മീനുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് സംഭവം എടുക്കാട്ടാ. കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ മീൻ കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുകയാണ് ഗൈസ്. എടാ നമ്മുടെ ചെക്കന്മാർ ഉഷാറാക്കുകയാണ്. വേഗം ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി. അവർക്ക് 3 ആൾക്കും കൂടി ഇത് പറ്റാണ്ടായി. അപ്പോൾ അവർ കുറച്ചും കൂടി ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി ഇത് വേഗം ചടപെട്ട മഴയ്ക്ക് മുന്നേ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
വീണ്ടും കൊണ്ടുപോകും റെഡിയാക്കി ഇവിടെ പിടിച്ചറാ ഇത് പിടിക്കും ഇതല്ല പിടിക്കും ഒരാൾ ബോൾ പിടിച്ചാ ഇങ്ങനെ നിങ്ങൾ ആക്കി വന്നു റെഡി രണ്ട് സൈഡിലും പോലെ കേട്ടോ കൂട്ടടാ കിട്ടും കേട്ടോ അടിഭാഗത്ത് മീൻ കാണിച്ചു തരാം കേടാ കേടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പ്രകൃതിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് വളരെ മനോഹരമായൊരു എപ്പിസോഡ് കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.